നമസ്കാരം, മെട്രോ മാറ്റിനിയിലേക്ക് സ്വാഗതം. നമുക്കറിയാം, മലയാള സിനിമയെ സംബന്ധിച്ച് വളരെ സംഭവ വികാസങ്ങളാണ് ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളായി നടന്നുകൊണ്ടിരിക്കുന്നത്. ഹെമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ ഉണ്ടായ പുകിലൊന്നും നമുക്ക് പറയേണ്ടതില്ല, എടുത്തു പറയേണ്ടതില്ല, കാരണം അതെല്ലാം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. എന്തായാലും ഇപ്പോഴത്തെ ഹെമ കമ്മിറ്റി റിപ്പോർട്ടിൽ സംസ്ഥാന സർക്കാരിനെതിരെ വളരെ രൂക്ഷ വിമർശനവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് ഹൈക്കോടതി. സർക്കാർ എന്ത് നടപടി എടുത്തുവെന്ന് കോടതി ചോദിക്കുകയാണ്. നടപടി വൈകുന്നത് ഞെട്ടിച്ചുവെന്നും കോടതി പറഞ്ഞു. സർക്കാർ എന്ത് ചെയ്തുവെന്ന് ചോദിച്ചപ്പോൾ പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിച്ചിട്ടുണ്ടെന്നും അഡ്വക്കേറ്റ് ജനറൽ മറുപടി നൽകി. വെളിപ്പെടുത്തലുകളുടെ അടിസ്ഥാനത്തിൽ എന്തെങ്കിലും നടപടി എടുത്തുവെന്ന് കോടതി ചോദിച്ചു. റിപ്പോർട്ട് സമർപ്പിച്ചതിന് പിന്നാലെ പൊതുവേദികളിൽ ഉന്നയിച്ച ആരോപണങ്ങളുടെ അടിസ്ഥാനത്തിൽ നടപടി സ്വീകരിച്ചിട്ടുണ്ടെന്ന് AG അറിയിച്ചതിനെ തുടർന്നായിരുന്നു കോടതിയുടെ ചോദ്യം. എന്തുകൊണ്ടാണ് ഈ നിഷ്ക്രിയത്വം എന്നായിരുന്നു പിന്നാലെ ഹൈക്കോടതിയുടെ ചോദ്യം. വളരെ നേരത്തെ റിപ്പോർട്ട് സമർപ്പിച്ചിട്ടും എന്തുകൊണ്ടാണ് സർക്കാർ മൗനം പാലിച്ചതെന്ന് ചോദിച്ച കോടതി ഈ നിഷ്ക്രിയത്വം നീതീകരിക്കാനാകുന്നതാണോ എന്നും ചോദിച്ചു. എന്നാൽ റിപ്പോർട്ട് പ്രസിദ്ധീകരിക്കരുത് എന്ന നിർദ്ദേശമുണ്ടായതിനാലാണ് നടപടി എടുക്കാത്തതെന്ന് AG അറിയിച്ചു. എന്നാൽ സർക്കാരിന്റെ നിഷ്ക്രിയത്വം അത്ഭുതപ്പെടുത്തിയെന്നാണ് കോടതി പറഞ്ഞത്. 2021 ഫെബ്രുവരിയിൽ DGPക്ക് റിപ്പോർട്ടിന്റെ പകർപ്പ് ലഭിച്ചപ്പോൾ തന്നെ നടപടി സ്വീകരിക്കേണ്ടതായിരുന്നുവെന്നും കോടതി വ്യക്തമാക്കി. പ്രത്യേക ഡിവിഷൻ ബെഞ്ചിന് മുമ്പാകെ മുദ്രവെച്ച കവറിലാണ് സർക്കാർ ഹെമ കമ്മിറ്റി റിപ്പോർട്ട് കൈമാറിയത്. ജസ്റ്റിസുമാരായ AK ജയശങ്കർ നമ്പ്യാരും CS സുധയും ഉൾപ്പെട്ട 2-അംഗ ഡിവിഷൻ ബെഞ്ചാണ് റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട എല്ലാ കേസുകളും പരിശോധിക്കുന്നത്. 4.5 വർഷത്തോളം സർക്കാരിന്റെ കൈവശമായിരുന്നു ഹെമ കമ്മിറ്റിയുടെ റിപ്പോർട്ട്. അതിനുശേഷം വലിയ പോരാട്ടങ്ങൾക്കൊടുവിലാണ് വ്യക്തികളുടെ സ്വകാര്യതയെ ബാധിക്കുന്ന ഭാഗങ്ങൾ ഒഴിവാക്കിക്കൊണ്ട് റിപ്പോർട്ട് സർക്കാർ പുറത്തുവിട്ടത്. എന്നാൽ അനുബന്ധ രേഖകളടക്കം പൂർണ്ണമായ റിപ്പോർട്ടിന്റെ പകർപ്പാണ് സർക്കാർ മുദ്രവെച്ച കവറിൽ ഹൈക്കോടതി പ്രത്യേക ഡിവിഷൻ ബെഞ്ചിന് മുമ്പാകെ സമർപ്പിച്ചിട്ടുള്ളത്. റിപ്പോർട്ട് എന്നതിനപ്പുറത്തേക്ക് ഇരകളുടെ മൊഴികളിന്മേൽ സർക്കാർ യാതൊരു നടപടിയും സ്വീകരിച്ചിരുന്നില്ല. ഇതിനെതിരെ വ്യാപക വിമർശനവും ഉയർന്നിരുന്നു. പിന്നാലെയാണ് ഹൈക്കോടതി ഇടപെടൽ ഉണ്ടാകുന്നത്. സെപ്റ്റംബർ 10 മുമ്പ് റിപ്പോർട്ട് കൈമാറണമെന്ന് ഹൈക്കോടതി നേരത്തെ നിർദ്ദേശിച്ചിരുന്നു. റിപ്പോർട്ടിന്റെ പൂർണ്ണ രൂപത്തിന് പുറമെ മൊഴിപ്പകർപ്പുകൾ അടക്കം മുഴുവൻ വിവരങ്ങളും നൽകണം എന്നായിരുന്നു കോടതിയുടെ നിർദ്ദേശം. റിപ്പോർട്ടിനെ തുടർന്ന് സർക്കാർ സ്വീകരിച്ച നടപടികൾ, പ്രത്യേക അന്വേഷണ സംഘത്തെ പറ്റിയുള്ള വിവരങ്ങൾ അടക്കം നൽകണം എന്നായിരുന്നു ഹൈക്കോടതിയുടെ നിർദ്ദേശം. ഹെമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ അമ്മയുടെ താരസംഘടന കമ്മിറ്റി എക്സിക്യൂട്ടീവ് അംഗങ്ങൾ ഒന്നടങ്കം രാജിവെച്ച് പിന്മാറിയത് വലിയൊരു മലയാള സിനിമയ്ക്ക് തന്നെ വലിയൊരു നാണക്കേടായി മാറിയൊരു സംഭവമായിരുന്നു. എന്തായാലും ഉടൻ തന്നെ പുതിയൊരു എക്സിക്യൂട്ടീവ് അംഗങ്ങൾ ഉൾപ്പെടുന്ന ഒരു താരസംഘടന അമ്മയുടെ രൂപീകരണം ഉടൻ ഉണ്ടാവും എന്ന് തന്നെയാണ് അണിയറ പ്രവർത്തകർ അല്ലെങ്കിൽ സിനിമാ താരങ്ങൾ ഉൾപ്പെടെയുള്ളവർ പ്രതീക്ഷിക്കുന്നത്. You're watching me on metromatney.com. 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 Subscribe for more videos. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.